സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച ദൈവവചനത്തിൻ്റെ പ്രത്യേകിച്ച് എബ്രായ ലേഖനം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ഇന്ന് സന്ധ്യയിൽ നാം നമ്മുടെ വചന പഠനത്തോടുള്ള ബന്ധത്തിലെ ഈ ബുക്കിനോടുള്ള ബന്ധത്തിലെ 8ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് നമ്മളൊന്ന് അയവിറക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനാണ്. യേശുക്രിസ്തു പ്രവാചകന്മാരിലും വലിയവനാണ്. യേശു മോശയിലും വലിയവനാണ്. ഇങ്ങനെ യേശു പൗരോഹിത്യ ശുശ്രൂഷ വഹിച്ച അഹരോന്റെ പൗരോഹിത്യ ശുശ്രൂഷയേക്കാൾ യേശുവിൻ്റെ ശുശ്രൂഷ വലുതാണ് എന്ന് പറഞ്ഞ് നിർത്തിയ ഭാഗമാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള മഹത്തായ ഒരു ശുശ്രൂഷയാകുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വചന പഠനത്തിന് നമ്മൾക്ക് ഇന്ന് പകൽക്കാലം ആധാരമായിരിക്കുന്ന അധ്യായത്തിലെ പ്രാരംഭമായ 3 വാക്യങ്ങൾ, 7-ന്റെ 1, 2, 3 വാക്യങ്ങൾ നിങ്ങളിൽ ഒരാൾക്ക് ശുശ്രൂഷ അനുഗ്രഹത്തിനായിട്ട് വായിക്കാമല്ലോ. എബ്രായ ലേഖനം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലാൻ രാജാവെന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവത്തിന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. മതി സിസ്റ്റർ, താങ്ക് യു. ഇത് ജസ്റ്റ് മിഡിൽ ഓഫ് ദി എപ്പിസൽ എന്ന് വേണം നമുക്ക് പറയാം ഈ അധ്യായം. കാരണം എബ്രായ ലേഖനത്തിന് 13 അധ്യായങ്ങളാണുള്ളത്. 13 അധ്യായങ്ങളിലെ 6 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഈ അധ്യായത്തിലെ വാക്യങ്ങളെ നമ്മൾ വെച്ച് നോക്കാമെങ്കിൽ ഇതൊരു മധ്യ അധ്യായമാണ്. 3 പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ് മൽക്കീസദേക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ലേഖനകർത്താവ് ഇവിടെ പരാമർശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മധ്യ അധ്യായമാകുമ്പോൾ ഈ എഴുതിയ എഴുത്തുകാരന് ഈ എഴുത്തിനെ പറ്റി, പ്രത്യേകിച്ച് ഈ ലേഖനത്തെ പറ്റി വലിയൊരു ഉദ്ദേശമുണ്ട് തൻ്റെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ മധ്യഭാഗമാകുമ്പോൾ അതിൻ്റെ ബോഡിയുടെ ഏറ്റവും അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് നമ്മൾ ഈ ബോഡിയിലൂടെ കാണുന്നത്. താൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയത്തെ, താൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ അതിനെ സമർത്ഥമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. പ്രത്യേകിച്ച് യേശു അഹരോന്റെ ശുശ്രൂഷയെക്കാളും അഹരോനേക്കാളും വലിയവനെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് യേശു അഹരോനേക്കാളും അഹരോന്റെ ശുശ്രൂഷയെക്കാളും വലിയ ശുശ്രൂഷയാണ് ചെയ്യുന്നതെന്നും വലിയവനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുവാൻ കഴിയുന്ന ഒരു അധ്യായമാണ് ചാപ്റ്റർ 7. നമുക്കിവിടെ ഒരു പുതിയ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് എന്തുകൊണ്ട് യേശു അഹരോന്റെ ശുശ്രൂഷയേക്കാൾ വലിയ ശുശ്രൂഷ യേശുവിൻ്റേതെന്നും അഹരോനേക്കാൾ വലിയവൻ എന്നും പറയാൻ കാരണം എന്തെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയുടെ ചില സ്വഭാവവും ചരിത്രപരമായ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസും ഇവിടെ കൊടുക്കുന്നു. 1, ശാലേം രാജാവ്. അദ്ദേഹം ഒരിക്കലും ഒരു അൺനോണായ വ്യക്തിയല്ല. അദ്ദേഹം ഭരിച്ച രാജ്യത്തെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറയുന്നു. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഒന്നുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. നമുക്കറിയാം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരിൽ അവർ ഏറ്റവും വലിയവനായി കാണുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. ഈ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഈ വേളയിൽ ഇസ്രായേലിന് ഒരു രാജാവ് അതുവരെ ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന് കൽപ്പന ലഭിച്ചിട്ടില്ല. ഇസ്രായേൽ
ഒരു രാജ്യമായി തീർന്നിട്ടില്ല. കാരണം യാക്കോബ് ജനിച്ചിട്ടില്ല. യാക്കോബിൽ നിന്നുള്ള അടുത്ത തലമുറകളെയാണ് പിന്നെ ഇസ്രായേലായി മാറുന്നത്. 12 ഗോത്രങ്ങളായി, 12 പിതാക്കന്മാരായി. പിന്നെ അവർ മിസ്രൈമിൽ കടന്നു ചെല്ലുന്നു, അവർക്ക് വർധനവുണ്ടാകുന്നു. അങ്ങനെയാണ് ഈ ജനത ഉണ്ടാകുന്നത്. അപ്പൊ നോക്കിയേ, എന്തുകൊണ്ട് യേശു അഹരോനേക്കാൾ വലിയവനെന്ന് ചോദിച്ചാൽ, അഹരോന്റെ വലിയ പിതാവിനെ അല്ലെങ്കിൽ വല്യപ്പച്ചനെ അനുഗ്രഹിച്ച ഒരു രാജാവിനെ അഹരോൻ മഹാപുരോഹിതനായി മാറുന്നതിന് മുമ്പ് പുരോഹിതനായിരുന്ന ഒരു മനുഷ്യനെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. അബ്രഹാം അവന് സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേൻ രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്ര തുല്യനായി എന്നേക്കും പുരോഹിതനായി ഇരിക്കുന്നു. നമ്മളിത് വളരെ ആഴമായി പഠിക്കേണ്ടുന്ന ഒരു വേദഭാഗമാണ്. ഇത് ജസ്റ്റ് വായിച്ചു വിടുക മാത്രമല്ല, ഈ അധ്യായത്തെ നമുക്ക് പല ഭാഗങ്ങളായി തിരിച്ചു വേണം നമ്മളിതിനെ പഠിക്കാൻ. ഈ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമുക്ക് മൽക്കീസദേക്കിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ മഹത്വവും നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്ലോറി ആൻഡ് അദ്ദേഹത്തിന്റെ ഗ്ലോറിയെയും അദ്ദേഹത്തിന്റെ ആ പേഴ്സണാലിറ്റിയെയും നമുക്കവിടെ കാണുവാൻ കഴിയും. പേഴ്സണാലിറ്റി ആൻഡ് ഗ്ലോറി ഓഫ് ദ പേഴ്സൺ മൽക്കീസദേക്ക്. 7 verses 1 to 10. അപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ കാണുന്നു. അദ്ദേഹം ശാലേമിലെ രാജാവാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനാണ്, അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചവനാണ്, അവന്റെ പേര് നീതിയുടെ രാജാവ് എന്നാണ്. നോക്കണം, അദ്ദേഹത്തിന്റെ പേരിന് സമാധാനത്തിന്റെ രാജാവ് എന്ന് അർത്ഥം നൽകുന്നു. ഈ പഴയ നിയമത്തിൽ കാണുന്ന എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഇൻസിഡൻസ് ആയാലും വ്യക്തികളായാലും പ്രധാനപ്പെട്ട പല വ്യക്തികളും യേശുക്രിസ്തുവിൻ്റെ നിഴലായി, ഷാഡോവായി പഴയ നിയമത്തിൽ നിൽക്കുന്നവരാണ്. അത് പഴയ നിയമത്തിലെ ശുശ്രൂഷ വെച്ച് നോക്കിയാലും, ആലയം വെച്ച് നോക്കിയാലും, ഉത്സവങ്ങളെ വെച്ച് നോക്കിയാലും, അവിടെ നടന്ന ഇൻസിഡൻറ്റുകളെ വെച്ച് നോക്കിയാലും അവിടെ എല്ലാം നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ആ രീതിയിൽ വേണം. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ പഴയ നിയമം, പുതിയ നിയമ വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും പഴയ നിയമ പുസ്തകം പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ എബ്രായ ലേഖനം. ഞാൻ ആദ്യമേ പറഞ്ഞു, ലേവ്യ പുസ്തകം നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രത്തെ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആഴത്തെ കൂടുതലായി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. കാരണം യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ നിഴലായി നിന്ന നിരവധി കാര്യങ്ങൾ ചരിത്രത്തിലൂടെ നമുക്ക് പഴയ നിയമത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. പലരും ചോദിക്കും, യേശുക്രിസ്തുവിനെ പറ്റിയും രക്ഷയെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ നൽകിയിട്ടുണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ പഴയ നിയമം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ പറ്റിയും ശുശ്രൂഷയെപ്പറ്റിയും വളരെ വ്യക്തമായി, ശരിക്കും ചില സ്ഥലങ്ങളിൽ നിഴലല്ല, വളരെ ക്ലിയറായി കാണുവാൻ കഴിയുന്ന ചില പിക്ചറുകൾ യേശുക്രിസ്തുവിൻ്റേത് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അപ്പം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന ഒന്നാമത്തേത് മൽക്കീസദേക്കിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ മഹത്വവും നമുക്ക് കാണുവാൻ കഴിയുന്നു. മൽക്കീസദേക്ക് യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ ഒരു ടൈപ്പാണ്. കാരണം ഇതുവരെ ഉള്ളവരെയെല്ലാം ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്, ഗ്രേറ്റർ ദാൻ പ്രോഫറ്റ്സ്, ഗ്രേറ്റർ ദാൻ മോസസ് എന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു റിയാലിറ്റിയുടെ ഷാഡോ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ റിയാലിറ്റിയുടെ ഷാഡോ ആയി തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മൽക്കീസദേക്ക്. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊരു ടൈപ്പ് ഓഫ് ജീസസ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. കാരണം അദ്ദേഹത്തെ പറ്റി, മൽക്കീസദേക്കിനെ പറ്റി പറയുന്നത് നമ്മൾ വായിച്ചു, വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല.
അത് വംശാവലി രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ജനനവും മരണവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പൗരോഹിത്യം സ്ഥിരമായി അവതരിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം മൽക്കീസദേക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് മാതാപിതാക്കൾ ഇല്ലായിരുന്നു എന്നത് നമ്മൾ ബൈബിൾ പറയുന്നവന് മാതാവും പിതാവും അങ്ങനെ മാതാവും പിതാവും ഇല്ലാതെ ജനിച്ചൊരു വ്യക്തി എന്നതല്ല എബ്രായ ലേഖന കർത്താവ് ഉദ്ദേശിക്കുന്നത്. കാരണം ബേസിക്കലി അദ്ദേഹത്തിന് ആ ജീനിയോളജി, കാരണം യഹൂദന്മാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജീനിയോളജിക്കാണ്, അല്ലെങ്കിൽ വംശാവലിക്കാണ്. ഇന്നാടെ മകൻ ഇന്നാടെ മകൻ ഇന്നാടെ മകൻ, അല്ലെങ്കിൽ ഇന്നാടെ പിതാവ് ഇന്നാടെ പിതാവ്. അപ്പം ജനനവും മരണവും യഹൂദന്മാരുടെ രീതിയിൽ ശരിക്കും കാണിച്ചു കൊടുക്കുന്നത് ഈ വംശാവലിയിലൂടെയാണ്. മൽക്കീസദേക്കിനെ ശരിക്കും ഒരു ടൈപ്പായി നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ വന്ന് ഏറ്റെടുക്കുവാൻ മറ്റൊരു വ്യക്തിയോ ഒരു സാഹചര്യവും ഇല്ലായിരുന്നത് കൊണ്ട് മൽക്കീസദേക്കിനെ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മാതാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വംശാവലി ഇന്ന ആളുടെ മകൻ എന്ന് പറയുവാനില്ല, ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ഇന്ന പുരുഷൻ്റെ മകനെന്ന് പറയുവാൻ ആരുമില്ല. അതുകൊണ്ടാണ് അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നും ഇരിക്കുന്നെന്നും അദ്ദേഹം അങ്ങനെ സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചവൻ അല്ലെങ്കിൽ ജനിച്ചവൻ അല്ല എന്നുള്ളൊരു അർത്ഥമല്ല ഇവിടെ കൊടുക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു ടൈപ്പായി പഴയ നിയമത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ എബ്രായ ലേഖന കർത്താവ് ആ തരത്തിൽ ഈ അധ്യായത്തിൽ പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, യേശുക്രിസ്തു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ പറ്റി നോക്കുമ്പം യേശുക്രിസ്തു ഹി വാസ് ഫ്രം ദി ട്രൈബ് ഓഫ് ജൂഡ. അവൻ യഹൂദ ഗോത്രത്തിൽ നിന്ന്, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും ഉള്ളവനായിരുന്നു. ദാവീദ് ഗോത്രത്തിൻ്റെ സിംഹമായവൻ. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു ലേവി ഗോത്രത്തിൽ നിന്ന് ഉള്ളവനായിരുന്നില്ല. ലേവി ഗോത്രത്തിൽ നിന്ന് അല്ലാത്തൊരു വ്യക്തിയെ എങ്ങനെ ലേവി ഗോത്രത്തിലെ അഹരോനുമായി താരതമ്യം ചെയ്യാൻ കഴിയുമെന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ പറയട്ടെ, യേശു ഹി വാസ് നോട്ട് ഫ്രം ദി ട്രൈബ് ഓഫ് ലേവി, rather he was from the tribe of Judah. The question വളരെ വ്യക്തമാണ്. പിന്നെ എങ്ങനെ നമുക്ക് ഈ യേശുക്രിസ്തുവിനെ മറ്റൊരു ഗോത്രത്തിലെ അഹരോനുമായി അല്ലെങ്കിൽ ലേവിയ ഗോത്രത്തിലെ ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യുവാൻ നമുക്ക് കഴിയും? അതിനുള്ള വളരെ വ്യക്തമായ നമുക്ക് ഉത്തരം നൽകുന്ന ഒരു അധ്യായമാണ് ഈ ചാപ്റ്റർ 7. കാരണം ഇതിനു മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി മൽക്കീസദേക്കിനെ പറ്റി പരാമർശിച്ച് നമ്മൾ പോയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് മൽക്കീസദേക്കിനെ പറ്റി നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചായിരുന്നു. അപ്പം നമുക്കിനി നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ കണ്ടു. ഇതിൻ്റെ മൽക്കീസദേക്ക് ആരായിരുന്നു? മൽക്കീസദേക്ക് ശലേമിലെ രാജാവായിരുന്നു. 2, എന്തുകൊണ്ട് മൽക്കീസദേക്ക് അഹരോന്യ പൗരോഹിത്യത്തെക്കാൾ വലിയവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഹരോന്റെ വലിയ പിതാവായിരുന്ന അബ്രഹാം തന്നെ അനുഗ്രഹിച്ച ഒരുവനായിരുന്നു മൽക്കീസദേക്ക്. രണ്ടാമത്തെ കാര്യം, അഹരോന് പൗരോഹിത്യം ലഭിക്കുന്നതിന് മുമ്പ് പുരോഹിതനായിരുന്നു മൽക്കീസദേക്ക്. അഹരോന് വംശാവലിയും അവനെപ്പറ്റി രേഖകൾ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ മൽക്കീസദേക്കിനെ പറ്റി പറയുന്നത് ശരിക്കും അവന് പിതാവില്ല, അവന് മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. കാരണം ദൈവപുത്രന് തുല്യനായി അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഈ പുരോഹിത ശുശ്രൂഷ വാർദ്ധക്യത്തിൽ വരുമ്പോൾ അത് കൈമാറ്റം ചെയ്യപ്പെടും. അടുത്ത മരിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷ അടുത്ത തൻ്റെ ശുശ്രൂഷയുടെ വസ്ത്രമെടുത്ത്, മഹാപുരോഹിതൻ്റെ വസ്ത്രം താൻ മരിച്ചു കഴിയുമ്പോൾ എടുത്ത്
തൻ്റെ മകനെയോ അടുത്ത പുരോഹിതനെയോ അഭിഷേകം ചെയ്തുകൊണ്ട് അവനെ പുരോഹിതനാക്കും. എന്നാൽ മൽക്കീസദേക്കിൻ്റെ കാലത്തിന് ശേഷം ആരെയും മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ ആക്കിയിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനോ റീപ്ലേസ് ചെയ്യുവാനോ സക്സസറായോ ആരും വന്നിട്ടില്ല. ഒരു വ്യക്തിയെ ഒരു മുഖ്യമന്ത്രി മാറിയപ്പോൾ അടുത്ത മുഖ്യമന്ത്രി വരുന്നു. വരുന്ന മുഖ്യമന്ത്രി മുമ്പിരുന്ന മുഖ്യമന്ത്രിയേക്കാൾ ഒരുപക്ഷെ നല്ലവനായും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനായിട്ടും തീരാം. ഓരോ പുരോഹിതന്മാർ മാറി മാറി വരുമ്പോൾ അവരിൽ നിന്നൊക്കെ നല്ല കഴിവുകളും നല്ല പ്രാപ്തിയുമുള്ള മഹാപുരോഹിതന്മാരെ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മൽക്കീസദേക്കിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർഡറിൽ ഒരു പുരോഹിതൻ വരാതിരുന്നത് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരേ സമയം രാജാവും ഒരേ സമയം പുരോഹിതനുമായിരുന്നു. ഇസ്രായേലിൽ പൗരോഹിത്യം കടന്നു വരുമ്പോൾ അവർക്ക് ഒരേ സമയത്ത് ഒരു വ്യക്തിക്ക് പുരോഹിതനായിട്ടും ഒരേ സമയത്ത് രാജാവുമായിട്ടായിരുന്നില്ല. അവർ രാജഭരണവും പൗരോഹിത ശുശ്രൂഷയും വ്യത്യസ്ത രണ്ട് ശുശ്രൂഷകളായിട്ടാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മൽക്കീസദേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമാധാനത്തിൻ്റെ രാജാവ്. അവൻ യുദ്ധം ഇഷ്ടപ്പെട്ടവനോ യുദ്ധത്തിന് പോകുന്നവനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ പിടിച്ചടക്കാൻ പോയവനൊന്നും ആയിരുന്നില്ല. അവൻ എപ്പോഴും സമാധാനകാംക്ഷിയായിരുന്നു. മാത്രമല്ല അവൻ എന്നേക്കും ദൈവപുത്രന് തുല്യനായി അവൻ പുരോഹിതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നു. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. നോക്കണം, ഇപ്പം നമ്മൾ ദൈവപുത്രന് തുല്യനായി നിൽക്കുന്ന മൽക്കീസദേക്കിനെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. നമ്മൾ ഇനിയും 4 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ മൽക്കീസദേക്കിന്റെ മഹത്വം അംഗീകരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് അഹരോന്റെ പൗരോഹിത്യത്തെക്കാൾ വലിയവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ കാരണങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. അവൻ ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10-1 കൊടുത്തുവല്ലോ. ഈ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ദശാംശം ആളുകൾ നൽകിയിരുന്നു. ഈ ന്യായപ്രമാണം ലഭിക്കുന്നതിന് ശേഷമാണ് ഈ ദശാംശം വരുന്നത്. എന്നാൽ അതിനു മുമ്പ് അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അബ്രഹാമിന് അവന് ലഭിച്ച കൊള്ളയുടെ 10% ടൈത്ത് അവൻ മൽക്കീസദേക്കിന് കൊടുക്കുന്നു. അപ്പോൾ അഹരോൻ ദശാംശം വാങ്ങുന്നതിന് മുമ്പ് വാങ്ങിയ വ്യക്തിയാണ് മൽക്കീസദേക്ക്. ഒന്നാമത്തെ പോയിന്റ്. 2, ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിൽ നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ ആരുടെ കയ്യിൽ നിന്നാണ് ദശാംശം വാങ്ങേണ്ടത്? ഉത്തരം, അബ്രഹാമിൻ്റെ കടിപ്രദേശത്തിൽ നിന്ന്, അബ്രഹാമിൽ നിന്ന് ജനിച്ച മക്കളിൽ നിന്നാണ് ദശാംശം വാങ്ങേണ്ടുന്നത്. പക്ഷേ മൽക്കീസദേക്ക് അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങുന്നു. ലേവ്യ പൗരോഹിത്യത്തിലൂടെ ഒരു പരിപൂർണത ലഭിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമുക്കറിയാം, ഒരു പൗരോഹിത്യം വന്ന് ആ പൗരോഹിത്യം മോശമായി തീർന്നാൽ പിന്നൊരെണ്ണം വരുമ്പോൾ നമുക്ക് പറയാം അത് ഏറ്റവും നല്ലതായിരുന്നു. ഒന്നുകൂടെ പറയട്ടെ, ഒരു കാര്യം ആദ്യമായിട്ട് അവതരിക്കപ്പെടുന്നു. ആ കാര്യം അതിനുശേഷം വരുന്ന ഒരാൾ ചെയ്ത് ഏറ്റവും മനോഹരമാക്കുമ്പോഴാണ് നമുക്ക് കമ്പയർ ചെയ്യുവാൻ മുമ്പൊന്നുണ്ടായിരുന്നു, അതിപ്പോൾ ഏറ്റവും നല്ലതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ വംശാവലിയിലൂടെ നിരവധി ആളുകൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടും
ഈ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് ലഭിച്ച അല്ലെങ്കിൽ ഉണ്ടായ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ആ പൗരോഹിത്യ ശുശ്രൂഷയെ അഹരോന്യ പൗരോഹിത്യത്തിന് ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ബെറ്ററായി തീരുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ലേവ്യ പൗരോഹിത്യത്തിലൂടെ പരിപൂർണത ലഭിച്ചിരുന്നുവെങ്കിൽ ആ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ ഈക്വലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനം 110 മറ്റൊരു പൗരോഹിത്യത്തെ പറ്റി നാം വായിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? സാംസ് 110, 110 സങ്കീർത്തനം 4 വാക്യം. 110 സങ്കീർത്തനം 4 വാക്യം ഒരാൾക്ക് വായിച്ചു തന്നാൽ നന്നായിരുന്നു. 110:4. നീ മൽക്കീസദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ, ഇനി യഹോവ സത്യം ചെയ്ത് അനുദപിക്കുകയുമില്ല. നോക്കണം, ഇവിടെ നമ്മൾ വായിക്കുന്നു, യഹൂദന്മാരുടെ സങ്കീർത്തന പുസ്തകമാകുന്ന സാംസിൽ അവിടെ കൊടുത്തിരിക്കുന്ന 110:4 പറയുന്നു, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും മഹാപുരോഹിതൻ. അത് പറഞ്ഞിരിക്കുന്നത് ലേവി പൗരോഹിത്യത്തെ പറ്റിയല്ല, തൻ്റെ പുത്രന്റെ പൗരോഹിത്യത്തെ പറ്റി പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നുള്ളത് പാരമ്പര്യമായി വന്ന ഒന്നല്ല, പ്രവചനങ്ങളിലൂടെ വന്ന ഒന്നാണ് എന്ന് വളരെ വ്യക്തം. അപ്പം നമ്മൾ ഈ കാര്യത്തെ മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ ലേവി പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. എന്നാൽ കൽപ്പന ഇല്ലാതിരിക്കുമ്പോൾ, ഒരു ഓർഡർ ഇല്ലാതിരിക്കുമ്പോഴാണ് അബ്രഹാം ഈ ദശാംശം മൽക്കീസദേക്കിന് കൊടുത്തത്. നമുക്ക് ഓരോ വാക്യമായിട്ട് മുമ്പോട്ട് പോകാം. നോക്കിക്കേ, എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നു. ഇതൊരു വലിയ കോൺട്രഡിക്ഷനാണ്, ഒരു വിരോധാഭാസമാണ്. കാരണം വാഗ്ദത്തം പ്രാപിച്ചവനാണ് ഇതെല്ലാം വാങ്ങേണ്ടത്. അപ്പോൾ അബ്രഹാം ഈ മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു എന്നതിൻ്റെ അർത്ഥം മൽക്കീസദേക്ക് ഈസ് ഗ്രേറ്റർ ദാൻ ഏബ്രഹാം. If Melchizedek is greater than Abraham, then automatically he is greater than Aaron. അഹരോൻ വല്യപ്പച്ചനേക്കാൾ വലിയവനാണ് മൽക്കീസദേക്ക് എങ്കിൽ അഹരോനേക്കാളിലും വലിയവനാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപൗരോഹിത്യമെന്ന് പറയുന്നത്. നോക്കണം, 7-ാം വാക്യം, ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഏതുമില്ലല്ലോ. നമ്മളതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. അബ്രഹാമിന്റെ കടിപ്രദേശത്ത് നിന്ന് കടന്നു വന്നവർ ദശാംശം വാങ്ങുന്നു, അവർ മരിക്കുന്നു. എന്നാൽ മൽക്കീസദേക്കിന്റെ ഓർഡർ പറഞ്ഞിട്ട് പറയുന്നു അവൻ മരിക്കുന്നില്ല. അവൻ ആരുടെ ടൈപ്പാണ്? യേശുക്രിസ്തുവിന്റെ. അവന് മരണമില്ല, അവൻ മരണത്തെ ജയിച്ചവനാണ്. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്ന എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നുവെന്ന് ഒരു വിധത്തിൽ പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ദശാംശം കൊടുത്തിരുന്ന സമയത്ത് അബ്രഹാമിൽ ആരുണ്ടായിരുന്നു? ലേവി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോമലേഖനം പഠിച്ചപ്പോഴും കണ്ടാണ്, ആദമും അവയും പാപം ചെയ്തപ്പോൾ നമ്മൾ ആരിലുണ്ടായിരുന്നു? ആദാമിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദാമ്യ പാപം സകല ജനത്തിലേക്കും. ഞാനും നിങ്ങളും ആ തോട്ടത്തിലുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകമായി പിന്നുണ്ടായതല്ല, നമ്മളെല്ലാവരും ആദാമിലൂടെ ജനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ജനിച്ച ആദാമിന് മരണമില്ലായിരുന്നു. പാപം ചെയ്തവനിലേക്ക് മരണം പ്രവേശിച്ചു.
എന്നിലും നിങ്ങളിലും പാപം വസിക്കുന്നു, പാപത്തിന്റെ പ്രവൃത്തികളുണ്ട്, അപ്പോൾ തന്നെ മരണത്തിന്റെ സാന്നിധ്യമുണ്ട്, ഏത് സമയത്തും മരിക്കാം. അതിൻ്റെ അർത്ഥം നമ്മളിൽ ആ ആദാമ്യ സ്വഭാവം ഉണ്ട്. ഈ ദശാംശം കൊടുത്ത സമയത്ത് അബ്രഹാമിൽ ലേവി ഉണ്ടായിരുന്നു. അപ്പോൾ ലേവിയും ദശാംശം കൊടുത്തു എന്നതിൻ്റെ അർത്ഥം ലേവിയേക്കാൾ വലിയവൻ ആണ് മൽക്കീസദേക്ക്. നോക്കണം, ഗ്രന്ഥകർത്താവ് വളരെ മനോഹരമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ്. ഇതുവരെ പറഞ്ഞതൊക്കെ എല്ലാ സ്ഥലത്തും ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും മഹാപുരോഹിതൻ. അതിൻ്റെ കാരണങ്ങൾ മുമ്പോട്ട് പറഞ്ഞു പോവുകയാണ്. 10-ാം വാക്യം, അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരേറ്റപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നുവല്ലോ. അപ്പൊ നോക്കണം, അബ്രഹാമിൽ ലേവി ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 11 മുതലുള്ള വാക്യത്തിൽ നമുക്ക് തുടർന്നുള്ള കാര്യം കാണാം. ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിന് കീഴല്ലോ ജനൻ ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? ആ വാക്യം ഒന്നുകൂടെ നോക്കണം. ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നു എങ്കിൽ, അതിനുശേഷം ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഒരുപക്ഷെ നിങ്ങളെല്ലാം ബൈബിളിൽ കാണും. അത് നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ലേവി പൗരോഹിത്യത്തെക്കാൾ സമ്പൂർണത വന്നെങ്കിൽ. ആ ഹൈഫൻ ഇടയ്ക്കുള്ളത് വിട്ടുകളഞ്ഞ് നമുക്കിങ്ങനെ വായിക്കാം: അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പൗരോഹിത്യം വരുവാൻ എന്തൊരാവശ്യം? അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം, അതിന് കീഴിലല്ലോ ജനൻ ന്യായപ്രമാണം പ്രാപിച്ചത്. കാരണം ന്യായപ്രമാണ പ്രകാരമാണ് ഈ ദശാംശം കൊടുക്കേണ്ടത്. ലേവി പൗരോഹിത്യത്താൽ സമ്പൂർണത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പുള്ള ഒന്നിനെ എടുത്ത് കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇത്രേ ഉള്ളൂ. ലേവി പൗരോഹിത്യത്തിൽ പെർഫെക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പോൾ ഇവ രണ്ട് കാര്യം ഉണ്ടാകുന്നത്: ലേവി പൗരോഹിത്യവും പെർഫെക്റ്റ് ആകുന്നില്ല, ലഭിച്ച ന്യായപ്രമാണത്തിലും മാറ്റം വരുന്നു. പൗരോഹിത്യം മാറിയാൽ, അതാണ് ഓട്ടോമാറ്റിക്കലി പൗരോഹിത്യം മാറിയാൽ ന്യായപ്രമാണത്തിന് മാറ്റം വരും. കാരണം ഈ പൗരോഹിത്യം ലഭിച്ചത് ന്യായപ്രമാണ പ്രകാരമാണ്. ന്യായപ്രമാണം അവിടെ ദുർബലമായാൽ പൗരോഹിത്യം മാറും, പൗരോഹിത്യം ദുർബലമായാൽ ന്യായപ്രമാണവും മാറും. അതുകൊണ്ടാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. നോക്കിക്കേ, പൗരോഹിത്യം മാറിപ്പോവുകയാണെങ്കിൽ പിന്നെ ഈ ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റി പറയുമ്പോൾ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ആ പൗരോഹിത്യത്തെ എടുക്കുന്നതെങ്കിൽ ന്യായപ്രമാണത്തിന് മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പഴയ നിയമം എന്ന് പറയുന്നത്. ഓൾഡ് കവനന്റ്, ഓൾഡ് പ്രീസ്റ്റ്ഹുഡ്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു പ്രീസ്റ്റ്ഹുഡ് വെച്ച് ഒരു ചർച്ച് ലീഡർഷിപ്പ് കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പ്രീസ്റ്റ്ഹുഡ് എന്ന സിസ്റ്റം കർത്താവ് എടുത്തു മാറ്റി. കാരണം ന്യായപ്രമാണം ഓൾഡ് ടെസ്റ്റാമെന്റിനനുസരിച്ചൊരു ശുശ്രൂഷയ്ക്കല്ല യേശുക്രിസ്തു നമ്മെ വിളിച്ചത്. ഇപ്പോൾ പഴയ നിയമത്തിലെ ധൂപക്കുറ്റിയും ആ മധുബഹയും അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ആ ഓൾഡ് കവന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഓൾഡ് കവനന്റ് അല്ല ഫോളോ ചെയ്യേണ്ടത്. ദർ ഇസ് എ ന്യൂ കവനന്റ്. അങ്ങനെ പുതിയൊരു നിയമം വരികയാണെങ്കിൽ, പുതിയ നിയമം വരുമ്പോൾ ആ പഴയ പൗരോഹിത്യത്തിനും മാറ്റം വരുന്നു. അതാണ് ഇവിടുത്തെ പ്രബന്ധ വിഷയം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ കാണുകയാണ് ലേവി പൗരോഹിത്യത്തിന് മാറ്റം വരുന്നു. കാരണം ലേവി പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന് മാറ്റം വരുന്നു, പൗരോഹിത്യം മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് 12-ാം വാക്യം, പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ
ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. നോക്കിയേ, അവനെ പറ്റി പറയുന്നു. യേശു ഈ അഹരോന്യ വംശാവലിയിൽ ഉള്ള പുരോഹിതൻ അല്ല. പിന്നെ ആരാണ്? താഴോട്ട് നമുക്ക് നോക്കാം. ആ ഗോത്രത്തിൽ നിന്ന് ആരും യാഗപീഠത്തെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. 14-ാം വാക്യം, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ യേശു, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു. അവൻ വന്നിരിക്കുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാകുന്നു എന്നത് വളരെ സ്പഷ്ടമാണല്ലോ. ആ ഗോത്രത്തോടോ മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല. ആ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ മോശ ഒരു കാര്യത്തിലും ന്യായപ്രമാണ പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റി ഒന്നും കൽപ്പിച്ചിട്ടില്ല. 2, ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താൽ അല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശനായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. അപ്പൊ നോക്കുക, അങ്ങനെ ഒന്നും കൽപ്പിച്ചിട്ടുമില്ല. കൽപ്പിക്കാതെ അതിലും ബെറ്ററായ ഒന്ന് കൽപ്പിക്കാത്ത ഗോത്രത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഈ കൽപ്പനകളിലൂടെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. കൽപ്പനകളിലൂടെ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ കൽപ്പന പ്രകാരം ചെയ്യുന്ന അതങ്ങനാണ്. നമ്മൾ എനിക്ക് എൻ്റെ പേരൻസിനെ സഹായിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെയോ എനിക്ക് വേണ്ടപ്പെട്ടവരെയോ ഒക്കെ സഹായിക്കുന്നത് കൊണ്ടോ എൻ്റെ വൈഫിനെയോ എൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് കൊണ്ടോ എനിക്കൊരു പ്രതിഫലവുമില്ല. കാരണം അതെല്ലാം എൻ്റെ ജീവൻ്റെ കൽപ്പനയോടുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ കടപ്പാടാണ്. അതിനൊന്നും ഒരു, ഞാൻ പറയുന്ന രീതി ബ്ലെസ്സിങ് ഇല്ലെന്നുള്ളതല്ല. അതിനെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, ചെയ്യുന്നതിനെല്ലാം ബ്ലെസ്സിങ്സ് ഉണ്ട്, ആര് ചെയ്താലും അതിനുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ കടമയാണ്. അഹരോന്യ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇതിവിടെ ആയിപ്പോയല്ലോ, ഇതെൻ്റെ ജോലി ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുന്ന രീതിയിലൊരു ശുശ്രൂഷയാണ് അഹരോന്യ ശുശ്രൂഷ. എന്നാൽ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റിയോ നമുക്കറിയാം. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാൻ പോയ പലരുമുണ്ട്. ചിലർക്ക് കുഷ്ഠരോഗം വന്നു, ചിലർ പെട്ടകത്തെ തൊട്ടവർ വീണ് മരിച്ചു പോയിട്ടുണ്ട്, ഉസ്സയെ പോലുള്ളവർ. അപ്പം ദൈവസന്നിധി ദൈവം കൽപ്പിച്ചിട്ടല്ലാതെ ആരെങ്കിലും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മരണമായിരുന്നു റിസൾട്ട്. അങ്ങനെയുള്ളപ്പോൾ ആളുകൾ ഭയത്തോടെ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ ഓർഡർ പ്രകാരം അല്ല യേശുക്രിസ്തു. കാരണം യഹൂദ ഗോത്രത്തിൽ ഉള്ള ആരോടും മോശയുടെ ന്യായപ്രമാണം പ്രകാരം ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല. വേഴ്സ് 14 പറയുന്നു, യഹൂദയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉദിച്ചുവെന്ന് സ്പഷ്ടമല്ലോ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു യഹൂദയിൽ നിന്ന് ഉദിച്ചു എന്നതിന് സംശയമൊന്നുമില്ലല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരത്വം സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയായി ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസദേക്കിന് സദൃശമായി ഉദിക്കുന്നു എങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്നല്ലോ സാക്ഷീകരിച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് സാക്ഷീകരിച്ചിരിക്കുന്നു. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജന നിമിത്തം നീക്കം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന് ബലഹീനതയുണ്ടായിരുന്നു. അതിന് ഒത്തിരി പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുള്ള ഒത്തിരി കൽപ്പനയുടെ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കൽപ്പനയ്ക്ക് മനുഷ്യനെ പൂർണ്ണനാക്കാൻ കഴിയത്തില്ല. അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ആജ്ഞ
കൽപ്പിക്കാനേ പറ്റത്തുള്ളൂ, നീ ചെന്നിരിക്കണം എന്നുള്ളത്. അല്ലാതെ അവൻ്റെ ബലഹീനതയിൽ അവനെ താങ്ങാൻ കഴിയത്തില്ല. ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കാനുള്ള കോടതിയാണ് പുരോഹിതൻ. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പോലും കുഷ്ഠരോഗികൾ കുഷ്ഠം വന്നിട്ട് കുഷ്ഠം മാറിയോ എന്ന് 10 കുഷ്ഠരോഗികളെ അയക്കുന്നത് പുരോഹിതൻ്റെ അടുത്തേക്കാണ്. അന്നത്തെ ചീഫ് എക്സാമിനറാണ് ഹൈ പ്രീസ്റ്റും പുരോഹിതന്മാരും. അവരാണ് ഒരുവൻ്റെ രോഗം മാറിയോ എന്ന് പോലും പ്രഖ്യാപിക്കുന്നത്. അവരിലൂടെയാണ് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രീം കോർട്ടിന് അധികാരം കൊടുത്തിരിക്കുന്നത് പോലെ അധികാരം ഒരു റിലീജിയസ് ജുഡീഷ്യറി ആയിട്ട് നമുക്കതിനെ കാണുവാൻ കഴിയും. മതപരമായിട്ടുള്ള ഒരു വലിയ സിസ്റ്റമാണ് അവർക്കുണ്ടായിരുന്നത്. അവർക്കെന്തും ചെയ്യാം. അവർക്ക് ഒരുവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനോ ഒരുവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനോ അധികാരമുള്ളവരാണ്. അപ്പം ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ സിസ്റ്റം മുഴുവനും മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതും മനുഷ്യനെ നശിപ്പിച്ച് കളയുവാൻ കഴിയുന്നതുമായ കുറേയേറെ കാര്യങ്ങൾ നമ്മളവിടെ കാണുവാൻ കഴിയുന്നു. അതിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ബലഹീനത. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് ബലഹീനതയുണ്ട്. അതിന് നിഷ്പ്രയോജനമുള്ളതും നീക്കം വരുന്നതുമാണ്. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നത്തിങ് ഹാസ് ഗോട്ട് എ പെർഫെക്ഷൻ ത്രൂ ദ ലോ. ഒന്നിനും ന്യായപ്രമാണ പ്രകാരം ഒരു പെർഫെക്ഷൻ ഉണ്ടായിട്ടില്ല. ഒന്നിലും. പുരോഹിതന്മാർക്ക് പോലും, ഈ വലിയ കാര്യം ചെയ്യുന്ന പുരോഹിതന്മാർ പോലും, അവർ ജനത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി തന്നെ യാഗമർപ്പിക്കുമായിരുന്നു, അവരുടെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പം ഇത് ഒരു വലിയ കാര്യമായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. കാരണം അഹരോൻ്റെ ശുശ്രൂഷയെ പറ്റി കാണുമ്പോൾ അഹരോൻ ചെയ്ത ശുശ്രൂഷ ഈ പറയപ്പെട്ട മേഖലകളിലെല്ലാം നിൽക്കുന്ന ശുശ്രൂഷയാണ്. നമുക്ക് താപ്പോട്ട് നോക്കാം. എന്താണ്? ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ, ഞാൻ വായിക്കുന്നു, വേറെ അല്ലെങ്കിൽ മൽക്കീസദേക്കിന്റെ സദൃശ്യത്തിൽ ഉദിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ശുശ്രൂഷ. 19-ാമത്തെ വാക്യം, ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ, നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലൂടെ ലഭിച്ചതിൽ ഒന്നിനും പെർഫെക്ഷൻ ഉണ്ടായില്ല. സി ദ ന്യൂ വൺ ഹാസ് ഗിവൺ എ ഹോപ്പ്. പുതിയത് ഒരു വലിയ ഹോപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്താണ് ആ ഹോപ്പ്? ഒന്ന് നോക്കിക്കേ. ആ ഹോപ്പ് വന്നിരിക്കുന്നു. അവൻ ആണ കൂടാതെ പുരോഹിതനായി തീർന്നു. വേഴ്സ് 20, and inasmuch as it was not without an oath. പഴയ നിയമത്തിൽ വളരെ ഉടമ്പടി ചെയ്താണ് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് വലിയ അവരെ തന്നെ പ്രതിജ്ഞ ചെല്ലും എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പം പൊതുവെ എല്ലാ റിലീജിയസ് ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ നമ്മുടെ IPC പോലോ മറ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെയോ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തെ പറ്റി പൊതുവായ ദിവസം എഴുന്നേറ്റ് നിന്നൊരു സാക്ഷ്യം പോലെ അത് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസവും കേരളത്തിൽ പല ശുശ്രൂഷകളിലും അത് കാണുവാൻ കഴിയും. നേരത്തെ കുറച്ച് കാലങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെയും ജനത്തിൻ്റെ മുമ്പാകെയും എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഞാൻ പരിപൂർണ വിശ്വസ്തനായി തീരുമെന്നുള്ള ഒരു ദൈവസന്നിധിയിലെ ഒരു തീരുമാനം, അത് തീർച്ചയായിട്ടും അത് എടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു നല്ല കാര്യമാണ്. കാരണം അതൊരു പ്രതിജ്ഞയാണ്, നല്ലത് തന്നെയാണ്. പുരോഹിതന്മാരെല്ലാം അങ്ങനെ തന്നെയാണ് അവരുടെ ശുശ്രൂഷയും ചെയ്തിരുന്നത്. അവനാണ കൂടാതെ പുരോഹിതനായി തീർന്നു. ആരെപ്പറ്റി? പുരോഹിതന്മാരെ പറ്റി പറയുന്നു. അവർ ആണ കൂടാതെ പുരോഹിതനായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു. പഴയ നിയമത്തിൽ പുരോഹിതന്മാരാക്കിയിട്ടുള്ളവരൊക്കെ പൗരോഹിത്യ രീതിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് കൊടുക്കുന്നു, പിതാവിൻ്റെ ശേഷം അടുത്ത ആളാകുന്നു. അവർക്ക് ഈ ഉത്തരവാദിത്വം അവരുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ പറ്റിയുള്ള ഒരു പ്രത്യേകത, അവൻ ഈ ചെയ്തിരിക്കുന്ന ശുശ്രൂഷ ആണ കൂടാതെ
ആണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ചെയ്തിരിക്കുന്നത്? 22 ആണ് കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമായ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. 21 വാക്യത്തിൽ ഞാൻ 21 വിട്ടുപോയി. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്ത് ആണയോട് കൂടെ തന്നെ. നമ്മൾ 110:4 സങ്കീർത്തനത്തിൽ വായിച്ചത് ദൈവം ആണയിട്ടു അല്ലെങ്കിൽ ശപഥം ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ശപഥം അല്ലെങ്കിൽ ദൈവം ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവൻ. അത് യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്തും യേശുക്രിസ്തു മറുരൂപമലയിലായിരുന്ന സമയത്തും ഒക്കെ ഈ ശബ്ദം ഉണ്ടാകുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷയെപ്പറ്റി പറയുന്നു, അഹരോന്യ ശുശ്രൂഷയെപ്പറ്റി പറയുന്നത് അവർക്ക് ലഭിച്ചിരുന്ന ശുശ്രൂഷ പാരമ്പര്യമായി അവർക്ക് ലഭിച്ചിരുന്നതാണ്. ഒന്നിന് കഴിഞ്ഞ് എൻ്റെ ആവശ്യമില്ല, ആണയുടെ ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് കൽപ്പന പ്രകാരം ലഭിച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ ലഭിച്ചിരിക്കുന്നത്, ഇവിടെ യേശുക്രിസ്തു ഒരു ന്യൂ ഓർഡർ, മൽക്കീസദേക്കിൻ്റെ ഓർഡർ പോലെ ഒരു പുതിയ ഓർഡർ, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം അതുപോലെ ഒരു ന്യൂ ടൈപ്പ് ഓഫ് മിനിസ്ട്രിയാണ് യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇതുവരെ ഉണ്ടായിരുന്ന യഹൂദാ ഗോത്രത്തിൽ നിന്ന് ഉദിച്ച കർത്താവായ യേശുക്രിസ്തു ഈ ശുശ്രൂഷ ചെയ്യുകയാണ്, മുമ്പോട്ട് പോവുകയാണ്. മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകർ ആകുന്നു. ഇവിടെ അടുത്തൊരു വിഷയം, മരണം നിമിത്തം കുറേയേറെ പുരോഹിതന്മാർ വന്നു. കാരണം ഒരു പുരോഹിതൻ മരിക്കുമ്പോഴാണല്ലോ അടുത്ത പുരോഹിതൻ വരേണ്ടത്. അഹരോൻ മരിച്ചു, അഹരോന്റെ മക്കൾ വന്നു, അഹരോന്റെ മക്കൾ മരിച്ചു, അടുത്ത മക്കൾ വരുന്നു. അപ്പൊ ഈ മരണമാണ് ഇവിടുത്തെ ഒരു വിഷയം. എന്തുകൊണ്ട് അവർക്ക് കൂടുതൽ പുരോഹിതന്മാരെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ മരണമാണ്. ഈ ശുശ്രൂഷ ചെയ്തവർക്ക് ആർക്കും മരണത്തെ നീക്കം ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ എങ്ങനെയാണ്? ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം എന്നേക്കുമുള്ള മഹാപൗരോഹിത്യ ശുശ്രൂഷ എന്ന് ചോദിച്ചാൽ, മറ്റുള്ള അഹരോന്യ പൗരോഹിത്യം മുഴുവനും മരണം കൊണ്ട് മാറ്റപ്പെട്ട പുരോഹിത ശുശ്രൂഷയാണ്. എന്തുകൊണ്ട് ഒരു പുതിയ പുരോഹിതൻ വന്നു എന്ന് ചോദിച്ചാൽ, പ്രീവിയസ് ഹൈ പ്രീസ്റ്റ് മരിച്ചുപോയി. ഈ നമ്മൾ കത്തോലിക്ക സഭയിലും നമ്മൾ കണ്ടുവരുന്നത് മരണസമയം വരെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായിട്ട് അല്ലെങ്കിൽ പോപ്പായിട്ടൊരു വ്യക്തിക്ക് ഇരിക്കാം. പക്ഷേ ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് ജോൺ പോൾ തോന്നുന്നു, അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹം ആ സ്ഥലം വിട്ടുകൊടുത്തു. അത് വളരെ റെയറായിട്ട് മാത്രമേ കാത്തലിക് ചർച്ചിൽ നടന്നിട്ടുള്ളൂ. ഇതിനു മുമ്പ് ചില ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. മരണം വരെയാണ്. അപ്പം മരണം വന്ന് അടുത്ത വ്യക്തി വരുന്നു, ആ വ്യക്തി മരിക്കുന്നു. ഇങ്ങനെ മരണം കൊണ്ട് ദീർഘമായ കാലങ്ങളിൽ, ദീർഘമായ സമയങ്ങളിൽ നിരവധിയായ പുരോഹിതന്മാർ വരുന്നു. എന്നാൽ യേശുക്രിസ്തു അവൻ എന്നേക്കും മഹാപുരോഹിതനായി ഇരിക്കുമെന്നുള്ള പ്രവചനം കിടപ്പുണ്ട്. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല, ദ്രവത്വത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. അവൻ മരണത്തെ ജയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ എന്നേക്കും മഹാപുരോഹിതനായി ഇരിക്കുന്നു. നമുക്ക് നോക്കാം ഇവിടെ യേശുക്രിസ്തുവിൻ്റെ എന്തുകൊണ്ട് നിങ്ങൾ ക്രിസ്തീയ വിശ്വാസം വിട്ട് വീണ്ടും യഹൂദ പാരമ്പര്യത്തിലേക്ക് പോകരുതെന്ന് ഈ പോകാനിരിക്കുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ്. മറന്നു പോകരുത്, അവൻ ദൂതന്മാരെക്കാൾ വലിയവൻ, അവൻ മോശയേക്കാൾ വലിയവൻ, അവൻ അഹരോനിലേക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ. എന്നിട്ട് പറയുകയാണ് അവൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ളവനാണ്. നമ്മൾ പറയുന്ന പോലുള്ള അഹരോന്യ പൗരോഹിത്യമല്ല. എന്തുകൊണ്ട് യേശുക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറഞ്ഞു വരുന്നു? കാരണം ന്യായപ്രമാണത്തിന് നീക്കം വന്നു, പൗരോഹിത്യം മാറിയതുകൊണ്ട് ന്യായപ്രമാണത്തിന് നീക്കം വരുന്നു. എന്തുകൊണ്ട് ഒത്തിരി പുരോഹിതന്മാർ വരുന്നു? മരണം കൊണ്ട്
മരിച്ചു പോകുന്നത് കൊണ്ട് നിരവധി പുരോഹിതന്മാർ വരുന്നു. ഇവിടെ ഇതാ മരണത്തിന് തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരുവൻ പുരോഹിതനായി തീർന്നിരിക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം ഏറ്റെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ലോർഡ്സ് ടേബിളിനെ കൃപാന എന്ന് വിളിക്കാത്തത്. കൃപാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാഗമാണ്. യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടൊരു വ്യക്തി, അല്ലെങ്കിൽ യേശു ആ വസ്ത്രം ധരിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നുകൊണ്ട് ഇത് വീണ്ടും ഒരു യാഗമായി അർപ്പിക്കുകയാണ്. കോർബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഗം എന്നാണ്. എന്നാൽ ലോർഡ്സ് ടേബിൾ, ലോർഡ്സ് കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഓർമ്മയാണ്. കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. വി കൊമമറേറ്റ് ക്രൈസ്റ്റ് ജീസസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഈവൻറ്റ്. നമ്മൾ ആ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുകയാണ്. അപ്പം മുറിക്കപ്പെടുന്നത് പോലെ യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. വീഞ്ഞായി തീർന്നത് പോലെ വീഞ്ഞ് മുന്തിരിച്ചാറായി, അല്ലെങ്കിൽ മുന്തിരിയിൽ നിന്ന് ചാറ് വന്നതുപോലെ യേശുക്രിസ്തു തൻ്റെ രക്തം നമുക്ക് വേണ്ടി നൽകി. അതിനെ നമ്മൾ ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇവിടെ കാണുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ എന്നേക്കും പുരോഹിതനായി ഇരിക്കുന്നു. അതുകൊണ്ട് വേഴ്സ് 25, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തു, വൈ ജീസസ് ഈസ് എ പെർഫെക്റ്റ് സേവിയർ? എന്തുകൊണ്ട് യേശുക്രിസ്തു ഒരു പരിപൂർണമായി രക്ഷിപ്പാൻ കഴിവുള്ളവനെന്ന് ചോദിച്ചാൽ, തൻ്റെ അരികിൽ വരുന്ന ഒരുവനെ രക്ഷിക്കുവാൻ ഒരു പുരോഹിതൻ പറയുക, നീ എൻ്റെ അടുത്ത് വന്നോ, ഞാൻ നിന്നെ വിടുവിക്കാം. എന്നാൽ വിടുവിക്കാനിരിക്കുന്ന പുരോഹിതൻ മരിച്ചു പോയാൽ ഈ മറ്റേ വ്യക്തിക്ക് ശത്രുവിന് കടന്നു വന്നതിനെ തോൽപ്പിച്ച് കളയാൻ പറ്റും. കാരണം ഈ ശത്രുവിനേക്കാൾ വലിയൊരു ശത്രു പുരോഹിതനെ നിലനിൽക്കുക, അത് മരണമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് ആർക്കും യേശുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ മരണത്തെ ജയിച്ചവനാണ്. പൗലോസ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഉയരത്തിനോ ഏതൊരു ശക്തിക്ക്, വാട്ട് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? യേശുക്രിസ്തു എന്നെ പിടിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ പാശങ്ങളിൽ നിന്ന് എന്നെ കൊണ്ടുപോകാൻ ആർക്ക് കഴിയും? മരണത്തിനോ ഈ ലോകത്തിൻ്റെ ഉയരത്തിനോ ആഴങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ യാതൊരു ശക്തിക്കും ക്രിസ്തുവിൽ നിന്ന് എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലോർഡ്. അപ്പം ഇവിടെ നമ്മൾ കാണുകയാണ്, ഒന്നിനും പിടിച്ചെടുത്തു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല താൻ മുഖാന്തരം. അതുകൊണ്ട് യേശുക്രിസ്തു, താൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പരിപൂർണമായി, അല്ലെങ്കിൽ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. ആളുകൾ ചോദിക്കുകയാണ്, ഇത്രയും ചോദിക്കുകയാണ്, ഡോണ്ട് വി നീഡ് എ പ്രീസ്റ്റ് ലൈക്ക് ദിസ്? നമുക്ക് ഇങ്ങനൊരു പുരോഹിതനെ അല്ലേ ആവശ്യം? ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടത് അഹരോനെ പോലൊരു പുരോഹിതനാണോ? മൽക്കീസദേക്കിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, യേശു പിന്നെ എങ്ങനെ പുരോഹിതനായെന്ന് ചോദിക്കും. അതിനാണ് മൽക്കീസദേക്കിനെ എടുത്തത്. അഹരോനേക്കാൾ മുന്നേ ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു, അവൻ പെർഫെക്റ്റ്, അവന് മരണമില്ല, അവന് തുടക്കമില്ല അവസാനമില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, യേശുക്രിസ്തു തന്നെയാണ് പെർഫെക്റ്റ് പ്രീസ്റ്റ്. അവന് മരണത്തിന് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, അവൻ മരണത്തെ ജയിച്ചു. അവൻ തൻ്റെ ഇങ്ങനെ സദാസമയം മരണമില്ലാതെ ജീവിച്ചിരിക്കുന്നവന് മാത്രമേ തൻ്റെ അരികിൽ കടന്നു വരുന്നവരെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ഒരു രക്ഷിതാവിനെ അല്ലയോ നമുക്ക് വേണ്ടത്? നോക്കിയേ, എത്ര ക്ലാസിക്കായിട്ടാണ് ആ പ്രസൻറ്റേഷൻ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഒരുവനെ അല്ലയോ നമുക്ക് വേണ്ടത്? ഇങ്ങനെയുള്ളൊരു പുരോഹിതനെ അല്ലയോ നമുക്ക് വേണ്ടത്? ഏത്? പവിത്രൻ. നോക്കി ആ വാക്യം, 26-ാം വാക്യം, പവിത്രൻ, നിർദോഷൻ, നിർബലൻ, പാപികളോടുകൂടെ വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. യേശുവിനെ പറ്റി പറഞ്ഞിട്ട് യഹൂദന്മാരുടെ പ്രീസ്റ്റ്ഹുഡിന്റെ മുതുകത്തെ ഏൽപ്പിച്ച വലിയൊരു പ്രഹരമാണ് ഈ താഴത്തെ വാക്യം.
യേശുവിൻ്റെ ക്വാളിറ്റി പറയുന്നു: പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടുന്നവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എന്നിട്ട് പറയുകയാണ്, ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം ആ മഹാപുരോഹിതന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹരോൻ മുതൽ പിന്നീട് വന്ന എല്ലാ മഹാപുരോഹിതന്മാരും, ഇപ്പമുള്ള മഹാപുരോഹിതന്മാരും ആദ്യം സ്വന്തം പാപങ്ങൾക്കായിട്ടും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായിട്ടും ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായി ചെയ്തുവല്ലോ. എത്ര ആഴമുള്ള ദൈവിക സന്ദേശമാണ് ഇവിടെ നമ്മൾ കാണുകയാണ്. പുരോഹിതന്മാർ നാൾക്ക് നാൾ അവരവർ ചെയ്തു കൊണ്ടുവരിക. അവർക്ക് ഭയമാണ്. ഞങ്ങൾ ചെയ്യാൻ പോകുമ്പം ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഞങ്ങളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്നോർത്ത്. എന്നാൽ ഇതിനു മുമ്പ് നോക്കുക, നമുക്കൊരു പുരോഹിതനുണ്ട്. അവൻ ആരാണെന്നറിയാമോ? അവിടെ നമ്മൾ കണ്ട പവിത്രനാ, ഹോളിയ, നിർദോഷൻ, ഒരു ദോഷവുമില്ലാത്തവനാ, നിർമ്മലൻ, പാപികളോടുകൂടെ വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. നോക്കണം, സ്വർഗത്തേക്കാൾ, ദൈവം വസിക്കുന്ന ഇടത്തേക്കാൾ സ്വർഗം പോലും ദൈവസന്നിധി നിർമ്മലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ദാൻ ഹെവൻ. അങ്ങനെയുള്ള ഒരുവൻ നമുക്ക് മഹാപുരോഹിതനായി തീർന്നിട്ട് പറയുകയാണ്, അവന് വേണ്ടി യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ്റെ ക്വാളിറ്റി. ഇങ്ങനെയുള്ളവനെയല്ലോ നമുക്ക് വേണ്ടത്. പൗലോസ് പലരുടെ സന്ദർഭത്തിൽ തന്നെ എഴുതിലൂടെ ചോദിക്കുന്നു, വരുവാനിരിക്കുന്ന കാലത്തിലെ ആ വലിയ ആ മഹത്വം ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പലപ്പോഴും കമ്പയർ ചെയ്യുമായിരുന്നു. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏതാ വേണ്ടത്? ഈ ദീർഘമായ ലൈനിൽ നിൽക്കുന്ന മഹാപുരോഹിതന്മാർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് വീണ്ടും ജനത്തിന് വേണ്ടി ചെയ്യുന്നവനെയാണോ? പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഇങ്ങനെയുള്ള ഒരുവനെയാണോ നിങ്ങൾക്ക് പുരോഹിതനായി വേണ്ടത്? ഓപ്ഷൻ അവരുടെ മുമ്പിൽ കൊടുക്കുകയാണ്. നോക്കുക, ന്യായപ്രമാണം ബലഹീന മനുഷ്യരുടെ, നോക്കണം, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണം ആരെ ആക്കുന്നത്? ലോ മഹാപുരോഹിതന്മാരെ ആക്കുമ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന് ബലഹീനരായ മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കാൻ പറ്റത്തുള്ളൂ. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ലോ കിട്ടിക്കഴിഞ്ഞ ശേഷം പുരോഹിതന്മാരായവർ മനുഷ്യരല്ലയോ, അവർ ബലഹീനരാ. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ അതെന്താണെന്നറിയാമോ? ഒരു സണ്ണിനെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബട്ട് ദ വേർഡ് ഓഫ് ദ ഓത്ത് വിച്ച് കെയിം ആഫ്റ്റർ ദ ലോ അപ്പോയിന്റ് എ സൺ മെയ്ഡ് പെർഫെക്റ്റ് ഫോർ എവർ. എന്നാൽ ഇത് ലഭിച്ചതിന് ശേഷം വേറെ ഒരെണ്ണം വന്നു. അത് നമ്മുടെ സങ്കീർത്തനത്തിൽ കണ്ടു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതൻ എന്ന് പറയുമ്പോൾ അത് പിന്നീട് വന്ന ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാ നോക്കുക, ഈ 7-ാം അധ്യായം തീരുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതന്റെ പ്രത്യേകത പറയുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ അവൻ പവിത്രനാണ്, നിഷ്കളങ്കനാണ്, അവനിൽ പാപമില്ല, പാപികളിൽ നിന്ന് വേറിട്ടവനാണ്, സ്വർഗത്തേക്കാൾ വലിയവൻ. ഇങ്ങനെ ഒരു മഹാപുരോഹിതനെയല്ലയോ നമുക്ക് ആവശ്യം? യെസ്, നമുക്ക് അങ്ങനെയുള്ളവനെയാണ് ആവശ്യം. എന്നിട്ട് പറയുകയാണ്, ന്യായപ്രമാണം സൃഷ്ടിച്ച പുരോഹിതന്മാർ മുഴുവനും പാപികളായിരുന്നു, പാപമുള്ളവരായിരുന്നു. അവർക്ക് മരണത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അടുത്ത് വന്നവരെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. സോ ഹൗ ജീസസ് ബിക്കെയിം ഗ്രേറ്റർ ദാൻ ആരോൻ എന്നതിൻ്റെ ഒരു ഉത്തരമാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ചത്. എങ്ങനെ യേശു ക്രിസ്തു അഹരോനേക്കാൾ വലിയവനായി തീർന്നു എന്ന് ചോദിച്ചാൽ, ഇതാ നോക്കൂ, അഹരോൻ്റെ വല്യപ്പച്ചൻ ദശാംശം കൊടുത്ത മൽക്കീസദേക്കിൻ്റെ ഓർഡർ പ്രകാരം ഒരു മഹാപുരോഹിതനെ ദൈവം നമുക്കായി നൽകിയിരിക്കുകയാണ്. പലരും പാരമ്പര്യ രീതികളിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു. യഹൂദന്മാരിൽ ഒട്ടനവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തെ സ്വീകരിച്ചു.
അവർ സ്വീകരിച്ചതിന് ശേഷം അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി നമുക്ക് മടങ്ങിപ്പോകാം. കാരണം ഇവിടെ കൊട്ടും ബഹളങ്ങളും ആ പഴയ രീതിയിലുള്ള ആചാരങ്ങളൊന്നുമില്ല, ഇവിടുത്തെ രീതികളൊക്കെ മടുത്തു എന്ന് ചിന്തിച്ച് മടങ്ങിപ്പോകാൻ തുടങ്ങുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഗഹനമായ ആഴമായ അന്തർസത്യങ്ങളെ വളരെ മനോഹരമായി വിശദീകരിക്കുകയാണ് ലേഖനകർത്താവ്. 7-ാം അധ്യായം അവിടെ തീരുന്നത് അങ്ങനെയാണ്. നമുക്കാരെയാണ് ആവശ്യം? മരണം കൊണ്ട് മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ മാറ്റം വന്ന പുരോഹിതന്മാരുടെ ശുശ്രൂഷയാണോ, അതോ മരണത്തെ ജയിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണോ? ദൈവമക്കളെ, ജീവൻ്റെ വചനം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം. ജീവൻ്റെ വഴി വേണമെങ്കിൽ ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കാം. അല്ല, നമുക്ക് നിത്യ നരകമാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതും നമുക്ക് തിരഞ്ഞെടുക്കാം. ഓപ്ഷൻ ഈസ് ബിഫോർ അസ്. തിരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലാണ്. ഈ കേട്ട വചനത്തിന് മുമ്പാകെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള സന്ദേശം: നമ്മുടെ കർത്താവിനേക്കാൾ വലിയവൻ ആരുമില്ല. അവൻ ഉന്നതനാണ്, അവൻ ശക്തനാണ്, അവൻ സകലത്തെയും ജയിച്ചവനാണ്. നമ്മെ ഏറ്റവും ഭയപ്പെടുത്തുന്ന മരണത്തെയും അവൻ ജയിച്ചു. അവൻ്റെ അരികിൽ കടന്നു വരുന്ന ആരെയും അവൻ കൈവിടുന്നില്ല. കർത്താവിൻ്റെ ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.